ചങ്കുകളെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും വീണ്ടും പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എല്ലാ സാധാരണക്കാരനെ പോലെ തന്നെ എനിക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെല്ലാം ഓവർകം ചെയ്ത് വരുമ്പോൾ പലപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് താമസിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ പതിവ് പലവ് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ ഒരുപാട് ചങ്കുകൾ ആവശ്യപ്പെടുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ സിനിമകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതെന്ന്. ഇതിൽ കൂടുതൽ ആളുകളും ആവശ്യപ്പെടുന്നത് ജാക്കി ചാൻ ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ നമ്മളൊരു ജാക്കി ചാൻ ചിത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നർമ്മവും സാഹസികതയും ആക്ഷനും നിറഞ്ഞ ജാക്കി ചാൻ ചിത്രങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അത്തരത്തിൽ സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽപ്പെടുന്ന ദ ടാക്സിഡോ എന്ന ചിത്രത്തിന്റെ കഥയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. പണ്ടുകാലത്ത് ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം കരുതുന്നത് പതിവായിരുന്നു. എന്നാൽ ഇപ്പോഴതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഒട്ടുമിക്ക കടകളിലും കുപ്പിവെള്ളം ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം. അത്തരത്തിലുള്ള ഒരു കുപ്പിവെള്ള നിർമ്മാണ ഫാക്ടറിയിൽ നിന്നാണ് ഈ കഥയുടെ ആരംഭം. ഇവിടെ എന്തൊക്കെയോ തെറ്റുകൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്നും ഒരു ഏജന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് വാലസ് എന്നാണ്. സംശയിച്ചതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയോ തെറ്റുകൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വാലസ് തന്റെ സുഹൃത്തും മറ്റൊരു ഏജന്റുമായ ഡെവ്ലിനുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തതിനു മുമ്പ് തന്നെ ഒരാൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കയറ്റി ഇറക്കുന്നു. എന്നിട്ട് പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് എന്തൊക്കെയോ കലർത്തിയ വെള്ളം നിറയ്ക്കുന്നു. ഏതാനും നിമിഷത്തിനുള്ളിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. ഈ സംഭവങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു ഏരിയയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ജിമ്മി ടോങ്. അദ്ദേഹം മികച്ചൊരു ടാക്സി ഡ്രൈവറാണ്. തന്റെ യാത്രക്കാരെ വളരെ പെട്ടെന്ന് എത്തിക്കുവാൻ വേണ്ടി ഇദ്ദേഹം അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് പതിവായിരുന്നു. ഇതുമൂലം പലതവണ അദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 9 തവണ. എത്ര സാഹസികനാണെന്ന് പറഞ്ഞാലും പല പുരുഷന്മാരും നേരിടുന്ന ഒരു പ്രശ്നം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഒരു ആർട്ട് ഗാലറിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയോട് അദ്ദേഹത്തിന് നല്ല പ്രണയമുണ്ടായിരുന്നു. എന്നാൽ ഇത് എങ്ങനെ അവളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നറിയാതെ പല നാളുകളായി അദ്ദേഹം കുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ പേടിക്കുന്നേ? ഒരു മടിയും കൂടാതെ നീ അവളെ ലഞ്ചിന് ക്ഷണിക്കേ, എന്നിട്ട് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറ, അദ്ദേഹത്തിന്റെ ബോസ് അവനോട് പറഞ്ഞു. വളരെ ധൈര്യത്തോടു കൂടി അവളുടെ മുൻപിൽ എത്തിയെങ്കിലും അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ധൈര്യമെല്ലാം ചോർന്നു. പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് കണ്ട പെയിന്റിങ്ങിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, വാഹോ, വളരെ നല്ല പെയിന്റ്. അത് കേട്ട ഒരു ചിരിയോടെ, ഒരു നിമിഷം ഞാൻ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ മറ്റൊരു കസ്റ്റമറിന്റെ അടുത്തേക്ക് പോയി. ജിമ്മി ഇവിടെ എത്തിയത് പെയിന്റിങ് വാങ്ങാനല്ലെന്നും അവളെ കാണാനാണെന്നും എല്ലാം അവരുടെ ബോസിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പതുക്കെ അവൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അവളെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് പ്രപ്പോസ് ചെയ്യുന്നതല്ലേ നല്ലത്. അതാകുമ്പോൾ അവൾ തിരിച്ച് നിന്നെ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകില്ലല്ലോ. അയാളുടെ കളിയാക്കിയുള്ള ഈ സംസാരം കേട്ടപ്പോൾ ജിമ്മി ടോങ്ങിന് കാര്യം പിടികിട്ടി. അവൻ തിരിച്ച് തൻ്റെ കാറിനുള്ളിൽ വന്നിരുന്ന് ഒരു ബുക്കൊക്കെ നോക്കി എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അവൻ കാത്തിരുന്ന മനോഹരമായ നിമിഷം വന്നെത്തി. ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ ഗ്യാലറിയിൽ നിന്ന് പുറത്തേക്ക് വരും. വളരെ സന്തോഷത്തോടു കൂടി അവൻ കാറിൻ്റെ ഡോർ തുറന്നു. എന്നാൽ ഇതുമൂലം വളരെയധികം വേഗത്തിൽ സൈക്കിളിൽ വന്ന മറ്റൊരു വ്യക്തി ഡോറിൽ തട്ടി തലയും കുത്തി വീണു. അവനാണെ മുടിഞ്ഞ കലിപ്പനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജിമ്മി ടോങ്ങിനെ എങ്ങനെയെങ്കിലും അടിച്ചേ മതിയാവുന്ന വാശിയിലായിരുന്നു അവൻ. പക്ഷേ ജിമ്മി ടോങ്ങിന്റെ റോൾ ചെയ്യുന്നത് ജാക്കി ചാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് എത്തരത്തിൽ നർമ്മമായ രീതിയിൽ അവതരിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വളരെ രസകരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ജിമ്മി ടോങ് കാറിന്റെ അടിയിൽ കയറി വിളിച്ചു. സ്വല്പം തടിയനായതുകൊണ്ട് സൈക്കിൾ യാത്രക്കാരന് ഈ കാറിനടിയിലോട്ട് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാറിന്റെ മുകളിൽ കയറുന്ന തുള്ളിച്ചാടാൻ തുടങ്ങി. പാവം നമ്മുടെ ജിമ്മി ടോങ് ഈ കാറിനടിയിൽ കടന്ന് ഞെരിഞ്ഞമങ്ങുകയാണ്. അപ്പോഴേക്കും ജിമ്മിയുടെ ഫ്രണ്ടും കാറിന്റെ ഓണറുമായ വ്യക്തി വന്ന് എന്റെ കാർ നശിപ്പിക്കാതെ ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് തല്ലാൻ വേണ്ടി അവൻ ചാടി ഇറങ്ങി വന്നപ്പോഴാണ് തൊട്ടു പുറകെ നിൽക്കുന്ന പോലീസുകാരനെ കാണുന്നത്. ജിമ്മി ടോങ്ങിന്റെ ഫ്രണ്ട് കരുതിയത് അവൻ തന്നെ ഭയന്നാണ് പോകുന്നതെന്നാണ്. എന്നാൽ ശരിക്കും അദ്ദേഹം പോലീസുകാരനെ കണ്ടാണ് ഭയന്ന് പോയത്. കാറിന്റെ മുകൾ വശമെല്ലാം ചളങ്ങിയിരിക്കുകയാണ്. അത് ചവിട്ടി നിവർത്താൻ വേണ്ടി കാറിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് അതിനുള്ളൊരു യാത്രക്കാരി ഇരിക്കുന്നത് ജിമ്മി ടോങ് ശ്രദ്ധിക്കുന്നത്. അവളുടെ പേര് ഷീന എന്നായിരുന്നു. എന്നെ എത്തേണ്ട സ്ഥലത്ത് വളരെ പെട്ടെന്ന് എത്തിച്ചാൽ നിനക്ക് ഒരുപാട് പണം നൽകാമെന്ന് അവൾ അവന് വാഗ്ദാനം നൽകി. പക്ഷെ അതിനൊരു സമയപരിധിയും അവൾ നിശ്ചയിച്ചു. ആ സമയപരിധി എന്തെന്നാൽ അവൾ മേക്കപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയമായിരുന്നു. പണത്തിന് ഒരുപാട് ആവശ്യമുള്ള ജിമ്മി ടോങ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്തു. ഈ സിറ്റിയിലെ എല്ലാ ഇടവഴികളും ജിമ്മി ടോങ്ങിന് സുപരിചിതമാണ്. അവിടെയെല്ലാം അദ്ദേഹത്തിന് ധാരാളം ഫ്രണ്ട്സും ധാരാളം സഹായികളും ഒക്കെയുണ്ട്. അവരുടെയെല്ലാം സഹായത്തോടെ വഴികളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അവളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു. അവന്റെ കഴിവിൽ ആകർഷയായ യുവതി അവനൊരു പുതിയ ജോലി ഓഫർ ചെയ്തു. അവൾ ഓഫർ ചെയ്ത ശമ്പളം ജിമ്മി ടോങ്ങിന്റെ കണ്ണു തള്ളിച്ചു. അതുകൊണ്ട് തന്നെ ഒന്നും ആലോചിക്കാതെ അദ്ദേഹം ഓക്കെ പറയുകയും ചെയ്തു. നാളെ മുതൽ ഇദ്ദേഹത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ വണ്ടി ഓടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡേവിലിന്റെ ഒരു വിസിറ്റിംഗ് കാർഡും അവൾ അദ്ദേഹത്തിന് നൽകി. അങ്ങനെ പറഞ്ഞ പോലെ അടുത്ത ദിവസം അദ്ദേഹം പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഡേവിലിന്റെ അഡ്രസ്സിലെത്തി. അദ്ദേഹത്തിന്റെ വരവ് കാത്ത് ഷീന അവിടെ തന്നെ ഉണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ അവൻ ഇരിക്കാനുള്ള കസേരയിൽ ഒരു റൂൾ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നീ വാഹനം ഓടിക്കുമ്പോൾ ഈ റൂൾസ് എല്ലാം നിശ്ചയമായിട്ടും പാലിക്കണമെന്ന് അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. നമ്മുടെ ജിമ്മി ടോങ് നല്ല സ്റ്റൈലായിട്ട് ചുണ്ടിന് താഴെ സ്വല്പം രോമം വളർത്തിയിരുന്നു. എന്തായാലും എൻ്റെ പൊന്നുമോൻ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഈ സാധനം കൂടെ അങ്ങ് പഠിച്ചു കളഞ്ഞേക്കാൻ അവൾ പറഞ്ഞു.
അതുമാത്രമായിരുന്നു ജിമ്മി ടോങ്ങിന് അവിടെ ഇഷ്ടപ്പെടാതുണ്ടായിരുന്ന കാര്യം. ബാക്കിയെല്ലാം കൊണ്ടും അദ്ദേഹം നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ജിമ്മി ടോങ് ഡെവിലിനുമായിട്ടുള്ള യാത്ര തുടങ്ങി. ഏജന്റ് വാലസിനെ ഇപ്പോൾ കാണാനില്ല. അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഡെവിലിൻ. എന്നാൽ അദ്ദേഹം മരിച്ചുപോയെന്ന കാര്യം ഇതുവരെയും ഡെവിലിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ ആയിട്ട് വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ജിമ്മി ടോങ് വാഹനം ഓടിക്കുന്നത്. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡെവിലിന് ഒരു കാര്യം പറഞ്ഞു: എനിക്ക് ഈ റൂൾസും കൂൾസും ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ നീയും അത് പാലിക്കണമെന്നൊന്നില്ല. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ജിമ്മി ടോങ് കാത്തിരുന്നത്. അവനത് സ്വർഗം കിട്ടിയതിനേക്കാൾ വലിയ മതിപ്പായിരുന്നു. അധികം വൈകാതെ തന്നെ സ്പെഷ്യൽ ഏജന്റ് വാലസിന്റെ ശവശരീരം കണ്ടെടുത്തു. അദ്ദേഹം ബാത്ടബിൽ മുങ്ങി മരിച്ചെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഒരാൾ മാത്രം ഇത് കൊലപാതകമാണെന്ന് മനസ്സിലാക്കി. ഒരുപക്ഷെ ഒരുപാട് നാൾ ഉപയോഗിക്കാത്ത വെള്ളമായതുകൊണ്ട് അതിൽ ബാക്ടീരിയാസ് ഫോം ചെയ്തിട്ടുണ്ടാവണം. അത്തരത്തിലുള്ള വെള്ളം ഉള്ളിൽ ചെന്ന് അല്ലെങ്കിൽ ശ്വാസം മുട്ടി അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. ഈ പെങ്കൊച്ചിന്റെ കഴിവും സാമർഥ്യമൊക്കെ ഇഷ്ടപ്പെട്ട മറ്റു ഓഫീസേഴ്സ് ഈ കേസിൽ ഡെവിളിനൊപ്പം ജോലി ചെയ്യുവാൻ അവളെ ക്ഷണിച്ചു. വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് അവൾ അത് സ്വീകരിക്കുകയും ചെയ്തു. മിടുക്കിയായ ഈ പെങ്കൊച്ചിന്റെ പേര് ഡെൽബ്ലൈൻ എന്നാണ്. ഡെവിലിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറയുവാൻ സ്റ്റീനെയാണ് അവർ ഏർപ്പാടാക്കിയത്. ഇതേസമയം ഡെവിലിന്റെ രീതികളൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് ജിമ്മി ടോങ്. ഒരു ക്രാഫ്റ്റിംഗ് ഷോപ്പിൽ കയറിയ ഡെവിലിൻ ഒരു ഗ്രീൻ കളർ വാട്ടർ സ്ലൈഡറിനെ പർച്ചേസ് ചെയ്തു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം അവിടുത്തെ ജോലിക്കാരി അദ്ദേഹം വളച്ചൊടിച്ച് കുപ്പിയിലാക്കി. ഇന്ന് വൈകുന്നേരം തന്നോടൊപ്പം ഡിന്നർ കഴിക്കുവാൻ അദ്ദേഹം അവളെ ക്ഷണിച്ചു. ഇതൊക്കെ കണ്ട് വായും പൊളിച്ച് നിൽക്കുകയാണ് ജിമ്മി ടോങ്. പുറത്തിറങ്ങിയ ശേഷം ജിമ്മി ടോങ് അദ്ദേഹത്തോട് ചോദിച്ചു: ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ബോസ്? അത് കേട്ടിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി ഡെവിലിൻ പറഞ്ഞു: സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുക. അതിന് ഞാൻ മിസ്റ്റർ ക്ലാർക്ക് ഡെവിലിനാണെന്നാണ് ജിമ്മി ടോങ് മറുപടി പറഞ്ഞത്. അത് കേട്ടൊന്ന് ചിരിച്ചിട്ട് ഡെവിലിൻ പറഞ്ഞു: ഒരുപക്ഷെ നാളെ നീ എന്നേക്കാൾ വലിയൊരാളായേക്കാം. ഒരാളെങ്കിലും അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ജിമ്മി ടോങ്ങിന് വളരെ സന്തോഷമായി. മടിച്ചാണെങ്കിലും അവൻ അദ്ദേഹത്തോടൊരു കാര്യം ആവശ്യപ്പെട്ടു. സർ, ഞാൻ തൊപ്പിയില്ലാതെ വണ്ടി ഓടിച്ചോട്ടെ? ഒരു ചിരിയോടെ ഡെവിലിന് അതിനും സമ്മതിച്ചു. വളരെ സന്തോഷത്തോടു കൂടി അവൻ വീണ്ടും തന്റെ യാത്ര ആരംഭിക്കാൻ തുടങ്ങി. ഈ ഡ്രൈവറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡെവിലിൻ സ്റ്റീനിയെ വിളിച്ചറിയിച്ചു. അന്ന് വൈകുന്നേരം ഡെവിലിൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ക്രാഫ്റ്റിംഗ് ഷോപ്പിലെ യുവതി അവിടെ എത്തിയിരുന്നു. അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്ന കണ്ട് മതിമറന്ന ജിമ്മി ടോങ് പുറത്ത് ഗേറ്റിനോടൊപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം ഉണ്ടായി. തട്ടിയടിച്ച് വീഴാൻ പോയ ഒരു വെയിറ്ററുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഡെവിലിൻ സാഹസികമായ രീതിയിൽ കളക്ട് ചെയ്തു. ഇത് ജിമ്മി ടോങ്ങിനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അടുത്ത ദിവസത്തേക്കുള്ള വസ്ത്രങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നതിനിടയിലാണ് ജിമ്മി ടോങ് അത് കാണുന്നത്. മനോഹരമായ ഒരു ടാക്സിഡോ. ഈ സാധനം താനിട്ട എത്രമാത്രം ഭംഗിയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി അവൻ അതിന്റെ മുമ്പിൽ പോയി നിന്ന് കണ്ണാടിയിൽ കണ്ട തന്റെ പ്രതിബിംബത്തിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഡെവിലിൻ അവിടെ എത്തുന്നത്. എല്ലാ റൂളും നീ ബ്രേക്ക് ചെയ്തോളൂ, പക്ഷെ ഒരു കാരണവശാലും എന്റെ ടാക്സിഡോയിൽ നീ തൊടാൻ പാടില്ല. അദ്ദേഹം അവന് വാണിംഗ് നൽകി. സോറി സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഒരു ചിരിയോടുകൂടി ഡെവിലിൻ അവനോട് പറഞ്ഞു: വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഡിന്നറിന് പോകാം. അങ്ങനെ രണ്ടുപേരും ഡിന്നറിന് വേണ്ടി പുറത്തോട്ട് പോയി. ശരി ജിമ്മി, ഇന്ന് എൻ്റെ ട്രീറ്റാണ്, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അവർക്ക് കഴിക്കാനായി കുറേ സാധനങ്ങൾ അദ്ദേഹം ഓർഡർ ചെയ്തു. അതിനോടൊപ്പം ഒരു പേഴ്സണൽ പിസയും. ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ജിമ്മി ടോങ്. എന്നാൽ പേഴ്സണൽ പിസയ്ക്കുള്ളിൽ ഒരു ലെറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കയ്യിൽ ലഭിച്ച ഡെവിലിൻ പരിഭ്രാന്തനായി. അദ്ദേഹം ജിമ്മി ടോങ്ങിനോട് പറഞ്ഞു: ജിമ്മി, പെട്ടെന്ന് വാഹനം എടുക്കുക, എവിടെ നിർത്തണ്ട, നേരെ വീട്ടിലോട്ട് വിട്ടോ. ഇതൊക്കെ കേട്ട് വെപ്രാളം പിടിച്ച് വാഹനമെടുത്ത ജിമ്മി ടോങ് വേറൊരുത്തിനെ മണ്ടയ്ക്ക് കൊണ്ട് കയറ്റി. അവനാണെ വണ്ടിയുടെ പുറകെ കൂടെ ഒക്കെ ചാടി മറിഞ്ഞ് പുറകിലെത്തി എന്തോ ഒരു സാധനം വണ്ടിയിൽ ഘടിപ്പിച്ചു. എന്നിട്ട് വന്ന് ജിമ്മി ടോങ്ങിനോട് എന്തോ പറയുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയ ഡെവിലിൻ കാണുന്നത് ഒരു സ്കേറ്റിംഗ് ബോർഡിൽ ഘടിപ്പിച്ച ബോംബ് അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ജിമ്മി ടോങ് അതിവേഗത്തിൽ വാഹനം ഓടിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ഒടുവിൽ അവർ മുൻപോട്ട് വഴിയില്ലാത്തൊരു സ്ഥലത്താണ് എത്തിച്ചേർന്നത്. ഡെവിലിൻ ജിമ്മിയെ കൊണ്ട് കാറിൽ നിന്നും പുറത്തു ചാടിയെങ്കിലും പെട്ടെന്നുണ്ടായ ബ്ലാസ്റ്റിൽ ഡെവിലിന്റെ തലയിൽ പരിക്ക് പറ്റി. ജിമ്മി പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഡെവിലിൻ അവനെ തടഞ്ഞു. ആരെയും വിശ്വസിക്കരുതെന്ന് ഡെവിലിൻ അവനോട് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ ID കാർഡിലുണ്ടായിരുന്ന വിവരങ്ങൾ മാറി മറിയുവാൻ തുടങ്ങി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മൊത്തമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ജിമ്മി ടോങ് ആംബുലൻസിന് ഫോൺ ചെയ്തു. ഇതാരാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുമുണ്ടോ എന്ന് ജിമ്മി ടോങ് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് വാട്ടർ സ്ലൈഡർ എന്ന് മാത്രമാണ്. നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ച വാൾട്ടർ സ്ലൈഡറിനെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജിമ്മി ടോങ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിനിടയിൽ തന്റെ കയ്യിലുണ്ടായിരുന്നൊരു വാച്ച് ഡെവിലിൻ ജിമ്മിക്ക് കൈമാറിയിരുന്നു. വളരെ അശ്രമനായിരിക്കുകയാണ് ജിമ്മി ടോങ്. എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്ന ഒരു വല്യമ്മ ഡോക്ടർ ആഞ്ചലയെ കാണാൻ എത്തിയതാണ്. എനിക്ക് ഡോക്ടർ ആഞ്ചലയെ കാണണം, നിങ്ങൾ ഡോക്ടർ ആഞ്ചലയെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് അവർ ജിമ്മി ടോങ്ങിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ക്ലാർക്ക് ഡെവിലിന് ലഭിച്ച കത്ത് ജിമ്മി ടോങ് തുറന്നു വായിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് തുറന്നു ഉടനെ തന്നെ അത് കത്തിപ്പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്നും അദ്ദേഹത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരുവാനായി നേഴ്സ് ജിമ്മി ടോങ്ങിനോട് പറഞ്ഞു. അപ്പോഴും അടുത്തിരുന്നുകൊണ്ട് ഡോക്ടർ ആഞ്ചല എപ്പോൾ വരുമെന്നാണ് വല്യമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ഒരു മാർഗമില്ലാതായപ്പോൾ ജിമ്മി ടോങ് പറഞ്ഞു ഡോക്ടർ ആഞ്ചല ഇന്നലെ രാത്രിയിൽ മരിച്ചുപോയെന്ന്. ഡെവിലിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു പേപ്പർ നേഴ്സ് ജിമ്മിയെ ഏൽപ്പിച്ചു. ഈ കാണുന്നത് ഒരു സാധാരണ കപ്പലല്ല. ഈ മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട കുപ്പിവെള്ള കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണിത്. അതിൻ്റെ ഡയറക്ടറായ മിസ്റ്റർ ബാനിങ്ങിനെ കാണാനാണ് റാൻഡി ഇവിടെ എത്തിയിട്ടുള്ളത്. കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബാനിങ് എടുക്കുന്ന പല തീരുമാനങ്ങളിലും റാൻഡി എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്.
തന്നോട് സംസാരിക്കാൻ എത്തിയ റാൻഡിക്ക് അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം നൽകി. എന്നാൽ ആ വെള്ളത്തിനുള്ളിൽ അദ്ദേഹം ചില രാസമാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇത് മനുഷ്യന്റെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സകല ഞരമ്പുകളിലും ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. തന്മൂലം നിർജ്ജലീകരണം സംഭവിക്കുന്ന മനുഷ്യൻ തൽക്ഷണം മരണപ്പെടുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രസായനം പരീക്ഷിക്കാനുള്ള ആദ്യത്തെ ഇരയായിരുന്നു റാൻഡി. ഇതേസമയം തന്റെ യജമാനന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായ സ്ലൈഡറിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജിമ്മി ടോം. ഡെവിളിന്റെ വീട്ടിലെത്തി ഡയറിയിലും മറ്റും പരിശോധിച്ചെങ്കിലും സ്ലൈഡറിനെ കുറിച്ചുള്ള ഒരു വിവരവും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അപ്പോഴാണ് ടാക്സിഡോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനടുത്തേക്ക് നടന്നപ്പോൾ ഡെവിളിന് അവന് നൽകിയ വാച്ച് ആക്ടിവേറ്റ് ആയി. ടാക്സിഡോയെ അത് ഡിറ്റക്ട് ചെയ്യുകയും അതിന് മുൻപിലുണ്ടായിരുന്ന ഗ്ലാസ് മാറുകയും ചെയ്തു. പിന്നീട് ജിമ്മി ടോങ് ഒന്നും ആലോചിച്ചില്ല. വളരെ കാലം കൊണ്ടുള്ള ആഗ്രഹമല്ലേ, അതങ്ങ് സാധിക്കുകയും ചെയ്തു. പിന്നീട് ഒന്നും ആലോചിക്കാതെ ജിമ്മി ടോങ് അതെടുത്ത് അങ്ങിടുകയും ചെയ്തു. എന്നാൽ ഇതൊരു സാധാരണ സ്യൂട്ടായിരുന്നില്ല. അത് ധരിക്കുന്ന മനുഷ്യന്റെ നെർവസ് സിസ്റ്റവുമായി കണക്ട് ചെയ്ത് അദ്ദേഹത്തിന് ഒരു സൂപ്പർ ഹീറോയാക്കി മാറ്റുന്ന ഒരു സൂപ്പർ സ്യൂട്ടായിരുന്നു അത്. ഈ സ്യൂട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസ് ആണ് തന്റെ കയ്യിലുള്ള വാച്ച് എന്ന് ജിമ്മിക്ക് മനസ്സിലായി. സ്യൂട്ടിൽ നിന്നും ലഭിച്ച നിർദ്ദേശത്തിനെ തുടർന്ന് അദ്ദേഹം വാച്ചിനുള്ളിൽ ഡെമോ മോഡ് ആക്ടിവേറ്റ് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് ജിമ്മിയുടെ കഥ മാറി മറിയുകയാണ്.